ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. നല്ല മഴയൊക്കെ അല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ ഈ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് മാർച്ച് 8-ാം തീയതിയാണ് ചെയ്തത്. നമ്മുടെ വുമൻസ് ഡേ അന്നാണ് ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് തൃശ്ശൂരാണ് കേട്ടോ. ഞാൻ തൃശ്ശൂരുള്ള ഷോപ്പിലാണ് കേട്ടോ പോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സ്ട്രെയിറ്റനിങ് പ്രോസസ്സ് അല്ല, ഇത് നമുക്ക് മുടിൻ്റെ ജസ്റ്റ് ടെക്സ്ചർ ഒന്നും മാറ്റില്ല, മുടിക്കൊരു ഹെൽത്ത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഇതൊരു ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. കാരണം മുടി എൻ്റെ മുടിയൊക്കെ നല്ല കേളി ആയിരുന്നു. അത് സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് മുടി നല്ല പോലെ എനിക്ക് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വലിയ കെയർ ചെയ്യാൻ ഭയങ്കര ഡ്രൈ ആയി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നും കെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അങ്ങനെ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് പോയി ചെയ്തു. ഇപ്പോൾ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊരു 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ മുടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ടെക്സ്ചറൊക്കെ നമ്മളൊരു 50% മാറുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ നോർമൽ മുടി പോലെ തന്നെ ആയിരിക്കില്ല, കുറച്ചൊരു ടെക്സ്ചർ ഒരു 50% ഒക്കെ നമുക്ക് മാറിക്കിട്ടും. നല്ലൊരു മുടിക്ക് നല്ല സ്മൂത്ത് ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ മുടി ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുമായിരുന്നു, സ്ട്രെങ്ത്ത് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മുടിയുടെ സ്ട്രെങ്ത്തൊക്കെ കുറച്ച് നല്ല സ്ട്രെങ്ത് ആയ പോലെയുണ്ട്. പിന്നെ കുറച്ച് ലെങ്ത്തൊക്കെ വന്നു കേട്ടോ മുടിക്ക്. പിന്നെ അതുപോലെ കുറച്ച് ഉള്ളു തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. എല്ലാവരുടെയും ഒപ്പീനിയൻ ഒന്നാവണം, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടിയ റിസൾട്ടൊക്കെ ഒന്നാവണം എന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉള്ള പ്രോസസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ കെമിക്കൽ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. മുടി എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ടാണ് തോന്നിയത്. സ്ട്രെയിറ്റനിങ് ആവണം എന്ന് പറഞ്ഞ് ചെയ്യുന്നവരാണെങ്കിൽ അത് പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മുടി അങ്ങനെ സ്ട്രെയിറ്റനിങ് നമ്മൾ ചെയ്ത പോലെയൊന്നും നിൽക്കില്ല. ഒരു 50% ഒക്കെ നമ്മുടെ പഴയ ടെക്സ്ചറിലേക്ക് വരുന്നുണ്ട് മുടി. പിന്നെ ഈ ഒരു ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ലെങ്ത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ, നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആഫ്റ്റർ കെയർ ഷാംപൂ, അതുപോലെ തന്നെ കണ്ടീഷണർ, പിന്നെ ഒരു സിറവും കൂടെ തരുന്നുണ്ട്. സിറോ ഒക്കെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു 50% ഡ്രൈ ആയ മുടിയിൽ, ആ ഒരു വെറ്റുള്ള മുടിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷാംപൂ ഇടുക, കണ്ടീഷണർ ഇടുക. വീക്ക്ലി ട്വൈസ് ഒക്കെ നമ്മൾ ഈ ഒരു ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. 4 monthsനാണെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോഴും ഉണ്ട്. നല്ലൊരു മണവും നല്ല സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഷാംപൂ കണ്ടീഷണറും ഒക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ്